ഈ പ്രവാസികളായ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം വിരുദ്ധരാകുന്നത് എന്തേ എന്നൊരു നിഷ്കളങ്കമായ ചോദ്യം ഇത്തവണ ഇലക്ഷന് മത്സരിച്ച് വിജയിച്ച ഒരു അനുജൻ എന്നോട് ചോദിച്ചു. അവൻ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളല്ല. പക്ഷേ വോട്ടഭ്യർത്ഥിച്ച് പല വീടുകളിലേക്കും ചെല്ലുമ്പോൾ ഈ പ്രവാസികളായ സാമാന്യേന നല്ല സമ്പത്തുള്ള ആളുകളെല്ലാം എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ പറയുന്നത് മുഴുവൻ മുസ്ലിം വിരുദ്ധതയാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും എന്നാണ് അവൻ എന്നോട് ചോദിച്ചത്. ഇത് കുറേ നാളുകളായി ഞാനും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ എടുത്ത് നോക്കിയാൽ, അതായത് കൂലിപ്പണിക്കാർ, പെട്ടിക്കടക്കാർ, ഓട്ടോ തൊഴിലാളികൾ, മറ്റു പണിക്ക് പോകുന്നവർ, ഇത്തരം ആളുകളെയൊക്കെ എടുത്ത് നോക്കിയാൽ അവരുടെ ഇടയിലൊന്നും അത്രമേലുള്ള വർഗീയതയോ അത്രമേലുള്ള വിഭാഗീയതയോ ഒന്നും കാണാനാവില്ല. ഇത് കാണുന്നതെല്ലാം ഒരുമാതിരി സാമാന്യേന നല്ല ചുറ്റുപാടുകളുള്ള കുറേ മനുഷ്യരിലാണ് എന്നതാണൊരു സത്യം. അതിൻ്റെ കാരണം എന്താണ് എന്ന എൻ്റെ ചിന്തകൾ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ചിന്തകൾ കമൻറ്റുകളായി കുറിക്കാവുന്നതാണ്. ഇതൊരു വൈരാഗ്യത്തിനോ വിരോധത്തിനോ വിദ്വേഷത്തിനോ അല്ല. പ്രായോഗിക തലത്തിൽ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണമാണ്. എന്തെങ്കിലും തരത്തിലുള്ള നീതി നിഷേധമാണോ, എന്തെങ്കിലും തരത്തിലുള്ള ചൂഷണമാണോ, എന്തെങ്കിലും തരത്തിലുള്ള പീഡനമാണോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങൾ ഈ കാര്യത്തിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം അഡ്രസ്സ് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇത് പറയുമ്പോൾ എല്ലാ പ്രവാസികൾക്കും അങ്ങനെ ഇസ്ലാമോഫോബിയ ഉണ്ട് അല്ലെങ്കിൽ മുസ്ലിം വിരോധമുണ്ട് എന്ന് അർത്ഥമാക്കേണ്ടതില്ല. എന്നാൽ ഒരു കുറേ പേർക്കുണ്ടാകുന്നു എന്നത് ഒരു പച്ചയായ സത്യമാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു കാര്യം പങ്കുവെക്കണം എന്ന് തീരുമാനിച്ചത്. ആദ്യം പൊതുവിൽ പ്രവാസികളായ ആളുകൾക്ക് ജാതിമതഭേദമന്യേ ഉള്ള ഒരു പ്രശ്നമുണ്ട്. അവരെല്ലാ കാര്യത്തിലും വളരെ തീവ്രമായ ഒരു ഭാഷയിലും നിലപാടിലുമായിരിക്കും പല കാര്യങ്ങളോടും പ്രതികരിക്കുക. ഒരു നാഴി മറ്റൊരു നാഴിയിൽ കയറാത്തതുപോലെ അവർക്കിടയിൽ ഒരേ സംഘടനകളോ ഒരേ ജാതിയോ ഒരേ മതമോ ഒക്കെ ആണെങ്കിൽ പോലും അങ്ങനെ പരസ്പരം ചേരായ്മയുടെ അല്ലെങ്കിൽ വ്യത്യസ്തമായ തുരുത്തുകളായി എല്ലാ കൂട്ടായ്മകൾക്ക് നടുവിലും ഒരുപാട് സാമൂഹ്യ സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരം തുരുത്തുകളായാണ് അവർ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് അടുത്തിടപഴകുമ്പോൾ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ നിലനിൽക്കുന്നത് പോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. വ്യത്യസ്ത ഭാഷയും ഒരുപാട് വ്യത്യസ്തതകളുമുള്ള സംസ്ഥാനങ്ങൾ ചേരുന്ന ഒരു യൂണിയൻ ഗവൺമെൻറ് പോലെ അത്തരം ഒരുപാട് വ്യത്യസ്തമായ നിലപാടുകളുടെ ഒരു യൂണിയനായിട്ടാണ് ഇത്തരം കൂട്ടായ്മകൾ എന്ന് തോന്നാറുണ്ട്. എല്ലാ വിഷയങ്ങളിലും വളരെ രൂക്ഷമായ പ്രതികരണങ്ങളും വളരെ രൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങളും വളരെ കംഫർട്ടബിളായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിലെ മനുഷ്യജീവിതം ഒരുതരം തിളച്ചുമറിയുന്ന ലാവ പോലെയാണ് എന്ന തരത്തിലേക്കൊക്കെ എത്തുമ്പോൾ അവിടങ്ങളിലെ ജീവിതം കുറച്ചുകൂടി ഫിസിക്കലി കംഫർട്ടബിളാണ്. സുഖമായി ഉറങ്ങാം, സുഖമായി എഴുന്നേക്കാം. പിന്നെ വ്യക്തിപരമായ ജോലി അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ചെല്ലുന്ന കത്തുകൾ, ഫോണുകൾ, ഇതിൻ്റെ അസ്വസ്ഥതകൾ, സാമ്പത്തിക ബാധ്യതകൾക്കപ്പുറത്ത് തൊഴിൽ വേദനകളല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ പ്രയാസങ്ങൾ ഈ പറയുന്ന നാടുകളിൽ സ്വതവേ കുറവാണ് എന്നതാണ് ഒരു സത്യം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഇതിനെ സംബന്ധിച്ച് പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രവാസി ലോകത്ത് വർഷങ്ങളായി ജോലി ചെയ്യുന്നവർ അവിടെ നിന്ന് തന്നെ ഒരു മാർഗവുമില്ലാതെ പോയി നന്നായി സമ്പത്ത് ശേഖരിച്ച് നാട്ടിൽ നല്ല അസറ്റൊക്കെ ഉണ്ടാക്കി മക്കളെയും കുടുംബത്തെയും ഒക്കെ അവിടെ കൊണ്ടുപോയി സസുഖം ജീവിക്കുന്ന ആളുകളിൽ പോലും നമ്മുടെ നാട്ടിലെ വിഷയങ്ങൾ വരുമ്പോൾ കടുത്ത മുസ്ലിം വിരോധവും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളുമാണ് ഉണ്ടാകുന്നത്. അവരുടെ എല്ലാം ഓഫീസുകളിൽ അവിടുത്തെ രാജാവിൻ്റെ ചിത്രവും അല്ലെങ്കിൽ അത്തരം സംഗതികളും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുതരം സംഗതിയോടൊപ്പമാണ് ഇതുമായി നീങ്ങുന്നത്. അതിലേറ്റവും ഒരു കാര്യം ഈ വിത്തുകോശം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. നമ്മളൊക്കെയും കൺവെർട്ട് ചെയ്യപ്പെട്ടതാണെങ്കിലും വന്നതാണെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ മൂലവിത്തിൽ നിന്നാണ്. ആ മൂലവിത്തിൻ്റെ ഒരു സ്വഭാവം നമ്മൾ ദുബൈയിൽ പോയാലും യൂറോപ്പിൽ പോയാലും ചന്ദ്രനിൽ പോയാലും ഒക്കെ കാണിക്കും എന്ന് പറയുന്ന ഒരു സംഗതി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു കാരണമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യൻ്റെ അസൂയ എന്ന് പറയുന്നത് വളരെ ആപേക്ഷികമാണ്. അസൂയപ്പെടാനും ചിന്തിക്കാനും ഉള്ള ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, അതിനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്ന ഒരു സംഗതി കൂടി മനുഷ്യജീവിതത്തിലുണ്ട്. നിങ്ങൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടെന്നറിയില്ല. ഒരു കൂലിപ്പണിക്കാരൻ എന്തെങ്കിലും കണ്ട് അസൂയപ്പെടാൻ ഒരു പരിധിയുണ്ട്.
എന്നാൽ കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്ന ആളിന് അമിതമായ ആഗ്രഹത്തിൻ്റെ ഒരു യോഗ്യതയും അതിനെ തുടർന്നുണ്ടാകുന്ന അസൂയയ്ക്കുള്ള യോഗ്യതയും എൻ്റർലി ഡിഫറൻ്റാണ്. കുറച്ചുകൂടി മുകളിലാണെങ്കിൽ അത് കുറച്ചുകൂടി മാരകമാണ്, കുറച്ചുകൂടി വലുതാണ്. ഏറ്റവും താഴെയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ അന്ന് കൂലി കിട്ടണം, വൈകിട്ട് ചിലപ്പോൾ ഒരു പൈൻ്റ് അടിക്കണം, അല്ലെങ്കിൽ അവന് നല്ല ഒരുങ്ങി കൂട്ടുകാരോടൊപ്പം ഒരു സിനിമ കാണണം, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ സംഗതി വേണം, കറണ്ട് ഉണ്ടാവണം, ഈ ചാനലിനകത്ത് പരിപാടി വരണം തുടങ്ങിയ മിനിമം ആവശ്യങ്ങളേ ഉള്ളൂ. പിന്നെ മോളെ കെട്ടിക്കാൻ അല്ലെങ്കിൽ മകൻ്റെ ജോലി, മകൻ്റെ വിദ്യാഭ്യാസം, ഇതിനൊക്കെ ഫീസ് കൊടുക്കാൻ കാശ് വേണം, ഇത്രയൊക്കെ മതി. പക്ഷേ മറ്റവർക്ക് അങ്ങനെയല്ല. മറ്റവർക്ക് കുറച്ചുകൂടി ഒരു സംഗതി വരും. അപ്പോൾ ഈ അസൂയ, അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെ മേൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു അസൂയ ഒരു കാരണമാകുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നിന്നും കുടുംബപരമായും പാരമ്പര്യമായും യോഗ്യരായവർ എന്ന ഗണത്തിൽപ്പെടുന്ന കുറേ പേർ ഗൾഫിൽ പോയിട്ടുണ്ട്. അവർ വെറും മോശക്കാരനായും തെള്ളുവണ്ടി കച്ചവടം ചെയ്യുന്നവനും ആക്രി കച്ചവടം ചെയ്യുന്നവനും പറങ്ങാണ്ടി വിൽക്കുന്നവനും അടയ്ക്ക വിൽക്കുന്നവനും എന്നൊക്കെ കരുതി പോരുന്നിരുന്ന കുറേ മനുഷ്യർ ഈ നാട്ടിൽ വന്ന് അവരങ്ങ് ഭയങ്കരമായി എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരതിസമ്പന്നരായി ആ ജീവിക്കുന്ന ഒരു റേഞ്ചിനോളം ഇവർക്കുമുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് എനിക്ക് കിട്ടിയാൽ മാത്രം പോരാ, മറ്റവൻ നശിക്കണം എന്ന് പറയുന്നൊരു ചിന്ത കൂടി കുറേ പേർക്കുണ്ട്. അപ്പോൾ ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിലും അവനും എന്നെപ്പോലെ തന്നെ കിട്ടുന്നു, അവൻ വളരുന്നു, ചിലപ്പോൾ എന്നെക്കാൾ അല്പം കൂടി കൂടുതൽ കിട്ടുന്നു. ഈ ഒരു കാരണം തന്നെ ഒരു വലിയ വൈരാഗ്യത്തിന് കാരണമാണ്. അതൊരു വലിയ ഫാക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ അസൂയ, ഇതുപോലെ തന്നെ സംഘടനാപരമായ അസൂയയും ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മിഡിൽ ഈസ്റ്റിലും പ്രത്യേകിച്ച് ദുബായിലൊക്കെ എല്ലാ സമുദായ സംഘടനകൾക്കും ഉണ്ട് ഈ സംഘടനകൾ, കൂട്ടായ്മകൾ പല പേരുകളിൽ. എന്നാൽ KMCC എന്നൊക്കെ പറയുന്ന സംഘടന വരുമ്പോഴേക്കും അതിൻ്റെ രൂപവും ഭാവവും അതിൻ്റെ പരിപാടികളുടെ എടുപ്പും രീതിയും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അതിൽ കൂടുതലും മുസ്ലിം ലീഗുകാരും മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരുമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? മറ്റിതര ചെറിയ ചെറിയ സംഘടനകളുള്ള ആളുകൾക്കെല്ലാം ഇതിനോട് ഒരു വൈരാഗ്യം, അല്ലെങ്കിൽ ഇതിനോട് മറ്റൊരു താല്പര്യം, ഒരസൂയ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായി മാറും? വിദ്വേഷമായി മാറും. നമ്മൾ സാധാരണ ഒരാളിനെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ പേരിൽ എതിർത്താൽ ആ സബ്സ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് അവസാനിക്കും. ഇതൊരു കാരണവുമില്ലാതെയാണ് ഈ എതിർക്കുകയും അസൂയപ്പെടുകയും ചെയ്യുന്നതെങ്കിൽ ഇത് എല്ലാ കാലത്തും തുടരും എന്നതാണ് സത്യം. അപ്പോൾ വ്യക്തിപരമായും സംഘടനാപരമായും ഈ ജീവിതങ്ങളുമൊക്കെ തമ്മിൽ കാണുമ്പോൾ തോന്നുന്ന ഒരു അസൂയ ഇതിനൊരു കാരണമാകും എന്ന് തോന്നിയിട്ടുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തോന്നിയിട്ടുള്ളത്, ഈ ഗൾഫിൽ ഇരുന്നു കൊണ്ട് നാടിനെ പഠിക്കാൻ ശ്രമിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ്, അതിൽ വരുന്ന പോസ്റ്റുകളിലൂടെയാണ്, അതിൽ വരുന്ന വാർത്തകളിലൂടെയാണ്. സാമാന്യേന നന്നായി ഗൃഹാതുരത്വമുള്ള പ്രവാസികളെല്ലാം ഈ സംഗതികൾ ഫോളോ ചെയ്യാറുണ്ട്. ഒന്നുകിൽ നാട്ടിലെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ വീട്ടിലെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ സംഘധ്വനി, പടഹധ്വനി, സുദർശനം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതുപോലെയുള്ള ഗ്രൂപ്പുകൾ, പിന്നെ അവരവരുടെ സംഘടനയുടെ KMCC അല്ലാത്ത സംഘടന, ഇങ്ങനെയുള്ള ഓരോ സംഘടനകളുടെ ഗ്രൂപ്പുകൾ, ഇത്തരം സംഗതികളൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്. ഈ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ വരുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ നാട് മൊത്തം നശിച്ചു, ഇവിടുത്തെ ഹിന്ദുക്കളെ മൊത്തം മുസ്ലിങ്ങൾ ദ്രോഹിക്കുന്നു, ഇവിടുത്തെ മുസ്ലിങ്ങളെ മൊത്തം ഹിന്ദുക്കൾ ദ്രോഹിക്കുന്നു, ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾ ഭയങ്കരമായി ദ്രോഹിക്കുന്നു, അവരെ മക്കളെ തട്ടിക്കൊണ്ടു പോകുന്നു, അവരെ പിടിച്ചെടുക്കുന്നു, ഇങ്ങനെയുള്ള കുറേ വാർത്തകളാണ് വരുന്നത്. അത് നമ്മൾ അതിനെന്താ പറയുന്നത്? അതിനൊരു പേര് പറയും, സോഷ്യൽ മീഡിയ മൈനിങ് എന്നോ മറ്റോ പറയുന്നത്. അതായത് ഒരു പ്രത്യേക സ്ഥലമാണ് നമ്മളുടെ സെലക്ഷൻ കൊണ്ട് നമ്മൾ കുഴിക്കുന്നത്. അങ്ങനെ കുഴിക്കുമ്പോൾ അവിടുന്ന് വരുന്നതെല്ലാം ഒരേ തരം വാർത്തകളാണ്. ഇപ്പം ഞാനൊരു കടുത്ത ഹിന്ദു വിരോധിയാണെങ്കിൽ ഞാൻ അത് കുറേ ഇതിനകത്ത് സെർച്ച് ചെയ്താൽ പിന്നെ എനിക്ക് ഈ സോഷ്യൽ മീഡിയ തരുന്നത് മുഴുവൻ ആ വാർത്തകളായിരിക്കും. മുസ്ലിം വിരോധമാണെങ്കിൽ അങ്ങനെ ഇതിലൂടെ നോക്കിക്കാണുമ്പോൾ നമ്മുടെ ഭൂതക്കണ്ണാടിയിൽ മമ്മൂട്ടി കണ്ടതുപോലെ അവരുടെ ചിന്താഗതികളുടെയും മാനസിക പോരായ്മകളുടെയും ഒരു കേരളം എന്ന് പറയുന്നൊരു ലോകമായിരിക്കും അവിടെ ഇരുന്ന് ഇവർ കാണുക. അതിലൂടെ ഇവർ ഭയങ്കര വൈരാഗികളായി മാറും. ഇത്തവണത്തെ ഇലക്ഷന് ഗൾഫിൽ നിന്നാണ് ഒരുപാട് കോളുകൾ ഈ പല കാര്യങ്ങൾ പറഞ്ഞു വന്നത്. അവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാവർക്കും ഒരേ തുല്യ നീതിയാണ്, തുല്യ അവസരങ്ങളാണ്. പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഒരു ടാക്സോ മറ്റേതോ ഒന്നുമില്ല. ഒരു മുസ്ലിമിൻ്റെ ചെക്കെന്നോ ഹിന്ദുവിൻ്റെ ചെക്കെന്നോ സാമ്പത്തിക ഇടപാടുകൾക്ക് വ്യത്യാസമില്ല. ശിക്ഷയും അതുപോലെ തന്നെയാണ്, എല്ലാ അർത്ഥത്തിലും ഒന്നുപോലെ തന്നെയാണ്. അപ്പോൾ വേറൊരു വൈരാഗ്യം വരേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ സുഖമായി ജീവിച്ചുകൊണ്ട് ലോലെസ്നെസ് ഉള്ള, റയറ്റ് എൻവയൺമെൻ്റ് ഉള്ള,
കലാപ സാഹചര്യങ്ങളുള്ള നമ്മുടെ ബംഗ്ലാദേശിനെ പോലെയുള്ള രാജ്യങ്ങളെ നോക്കി അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ നോക്കിയൊക്കെ ഈ വൈരാഗ്യം ആഞ്ഞു കത്തിക്കുകയാണ്. അതിനാവശ്യമായ ദൃശ്യങ്ങളും വിവരങ്ങളുമൊക്കെ ഈ സാമൂഹ്യ മാധ്യമത്തിൽ നിന്ന് അവർ ഇങ്ങനെ ചെകഞ്ഞെടുക്കുകയാണ്, കുത്തി തോണ്ടി എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളാണ് ഈ വൈരാഗ്യത്തിന് പിന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞ വിത്ത് ഗുണം. അത് ഏത് ജാതിയിലും മതത്തിൽപ്പെട്ടതായാലും വിത്ത് ഗുണം ഒരു വിത്ത് ഗുണം തന്നെയാണ്. രണ്ടാമത്തെ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്നെങ്കിൽ നമ്മളോടൊപ്പം രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ നമ്മളെക്കാളും രക്ഷപ്പെടുന്നു എന്ന് പറയുന്ന വ്യക്തിപരവും സംഘടനാപരവുമായ അസൂയകൾ. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ സാമൂഹ്യ മാധ്യമത്തിൻ്റെ അവനവൻ്റെ മനസ്സിൻ്റെ മലിനക്കണ്ണാടിയിലൂടെ ഇതിനെ നോക്കിക്കാണുന്നൊരു കാര്യം. അത്രയൊന്നും പ്രശ്നങ്ങൾ കേരളത്തിലില്ല. ഇപ്പോൾ മനുഷ്യർക്കിടയിൽ അങ്ങനെയൊന്നുമില്ല, ഈ സാമൂഹ്യ മാധ്യമത്തിൽ കാണുന്ന അത്രയൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കാരണങ്ങളെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അത് നന്നല്ല, നാടും നശിക്കും നമ്മളും നശിക്കുന്നതിന് കാരണമാകും ഇത്തരം സംഗതികൾ എന്ന് മാത്രം വിനയപൂർവ്വം പറയട്ടെ.